ടി.കെ. ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ കള്ളമെന്ന് P. ജയരാജൻ തോൽവി ഉറപ്പായതോടെ അപവാദ പ്രചരണം നടത്തുകയാണ്. അവസരവാദത്തിന്റെയും വിശ്വാസവഞ്ചനയുടെയും ആൾരൂപമാണ് ടി.കെ. ഗോവിന്ദനെന്നും P. ജയരാജൻ തളിപ്പറമ്പിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തളിപ്പറമ്പ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി P.K. ശ്യാമള വൻഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് മനസ്സിലാക്കി പരാജയ ഭീതി പൂണ്ടാണ് UDF സ്ഥാനാർത്ഥി ടി.കെ. ഗോവിന്ദൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ദുഷ്പ്രചരണങ്ങളുമായി രംഗത്തിറങ്ങിയത്. അധികാരത്തിന്റെ ആൾരൂപമായിരുന്ന ആളാണ് സ്ഥാനാർത്ഥിയാകില്ലെന്ന് ഉറപ്പായതോടെ പാർട്ടി വിട്ടുപോയി UDFന്റെ തിണ്ണനിരങ്ങുന്നത്. ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ പോയില്ലെങ്കിൽ ടി.കെ. ഗോവിന്ദൻ ഹിന്ദുത്വ വർഗീയവാദികളെ കൂട്ടുപിടിക്കാനും സാധ്യതയുണ്ട്. അവസരവാദത്തിന്റെയും വിശ്വാസവഞ്ചനയുടെയും ആൾരൂപമാണ് ടി.കെ. ഗോവിന്ദനെന്നും P. ജയരാജൻ പറഞ്ഞു. തളിപ്പറമ്പിലെ UDF സ്ഥാനാർത്ഥി അധികാരത്തിൻ്റെ ആൾരൂപമായതുകൊണ്ടാണ് UDFന്റെ തിണ്ണനിരങ്ങുന്നത്. അവിടെ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയില്ലെങ്കിൽ നാളെ അദ്ദേഹം ഹിന്ദുത്വ വർഗീയതയെ കൂട്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഇപ്പോൾ ലാവണം കൊടുത്ത കോൺഗ്രസിനെയും UDFനെയും കുറിച്ച് നുണകൾ പറഞ്ഞു നടക്കുമെന്ന് തർക്കമില്ലാത്ത കാര്യമാണ്. അധികാരമോഹികളും അവസരവാദികളുമാണ് പാർട്ടിയിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും പോയി വിമർശനങ്ങൾ തൊടുക്കുന്നത്. സംവിധായകൻ രഞ്ജിത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നടത്തുന്ന ആരോപണങ്ങൾ കള്ളമാണ്. രഞ്ജിത്തിനെതിരെ നേരത്തെ പരാതി ഉയർന്ന സമയത്ത് തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആ സമയത്ത് തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ചുമതലയേൽക്കുന്നത് 2022 ജനുവരി 7-നാണ്. ആ സമയത്ത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണനാണ്. ആ യാഥാർത്ഥ്യം മറച്ചുവെച്ചാണ് UDF സ്ഥാനാർത്ഥി ദുഷ്പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ നേരത്തെ ഒരു നടി പരാതി നൽകിയപ്പോൾ കേരള പോലീസ് കേസെടുത്തിരുന്നു. ആ ആരോപണത്തെ തുടർന്നാണ് രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. സ്ത്രീപക്ഷ നവകേരളം എന്നത് ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത നിലപാടാണ്. അതിനെ അട്ടിമറിക്കാൻ ആരെയും അനുവദിക്കില്ല. KV ഗോപിനാഥ്, K. സന്തോഷ്, KC സോമൻ നമ്പ്യാർ, KS ജെയിംസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.